ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണ എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടു കാണും ക്ലേ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലേ മേക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം മണ്ണെടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടി പോവാം. അയ്യോ, ഇവിടെ ഇന്ന് രാവിലെ തേങ്ങ വെട്ടാൻ വേണ്ടി ആൾക്കാർ വന്നിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് മണ്ണെടുക്കുന്നത്. ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലെല്ലാം മണ്ണെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മണ്ണെടുക്കാം. ഒറ്റ കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിൽ മണ്ണെടുക്കുന്നത് നല്ല പാടാണ് കേട്ടോ. ഇത് കയ്യിൽ ഇരിക്കുന്നില്ല മണ്ണെട്ടി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് 20 തന്നെയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടിയിലത്തെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമുക്കിനി എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. കുഴി ചുഴിച്ച് വന്നപ്പോഴാണ് ഇത് കണ്ട് ഒരു വലിയൊരു മാള. എന്തിൻ്റെ ആണെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഈ മൺവെട്ടി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് മണ്ണും കൊണ്ട് അങ്ങോട്ടേക്ക് നടക്കാം. അയ്യോ, പൊങ്ങുന്നില്ല. മണ്ണവിടെ കൊണ്ട് വെച്ചിട്ട് അപ്പോൾ കാണാം. നമ്മൾ എടുത്തുകൊണ്ടുവന്ന മണ്ണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം. അതിനുമ്പ് ഇതിൽ കുറച്ച് കല്ലൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. എന്തായാലും വെള്ളം ഒഴിക്കാം. ഇതെന്തായാലും വെള്ളം ഒഴിച്ചതെന്നറിയാൻ സമയമെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കറ്റോ അല്ലെങ്കിൽ വേറെ വല്ലതും എടുത്താൽ മതി. ഞങ്ങളുടെ ബക്കറ്റിൻ്റെ പകരം വെള്ളത്തിൻ്റെ വലിയ ക്യാനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ അളവ് വരെ വെള്ളം നിറയ്ക്കാം. നമ്മളിതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലെ കല്ലും മണ്ണൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ കൈ വെച്ചൊന്ന് ഇളക്കിയിട്ട് എടുത്ത് മാറ്റാം. ഇത് നിറച്ചും കല്ലും മണ്ണ് തന്നെ ഗൈസ്. നിറച്ചും കല്ലാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് കല്ലത്രയും മാറ്റിയിട്ട് കാണാം.
അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിഞ്ഞ് വരട്ടെ. വെള്ളം വീഴുന്നില്ല. അങ്ങനെ ഒരു ട്രിപ്പ് വെള്ളം നമ്മൾ ഇതിരുന്ന് ഇനി രണ്ടാമതും ഉണ്ട്. അടിയിൽ നിന്ന് കലക്കിയിട്ടില്ല. അയ്യോ ഇത് വിചാരിച്ച കണക്കല്ല, നല്ല പാടായത്. ഒരു പൊടി നൂല് നമ്മൾ വിടല് എല്ലാം ഇതിലോട്ട് അങ്ങ് ഒഴിച്ചോണം. പിന്നീട് എല്ലാ മണ്ണിലും ക്ലേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് പറ്റുന്നതാണെന്ന് വിചാരിച്ച് ആ ഒരു മണ്ണെടുത്തിനാണ് ഉണ്ടാക്കി കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് എണ്ണ കിട്ടും. അങ്ങനെ ഗൈസ് നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അയ്യോ വിട്ട് വരുന്നില്ല ഗൈസ് തുണി. അയ്യോ വിട്ട് വരൂ തുണി. തുണി ഇതും കൊണ്ട് പോകണം. പോയില്ല. ഇതെന്ന് വെച്ച് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഇത് കൊടുത്തിട്ട് ഇതിലും കാണും കേട്ടോ ഗൈസ്, ഇച്ചിരി മണ്ണും കട്ടുകളെല്ലാം. ഒന്നും കൂടെ നമുക്ക് അഴിക്കണം. വേണ്ടേ ഉണ്ട് അഴുക്ക് ഇതിലിപ്പോൾ തന്നെ കാണാം ക്ലേ അടിയിൽ ഫോമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള ക്ലേ. ഇത് ഒരു 1-2 മണിക്കൂർ നിങ്ങൾ വെച്ചേക്കണം കേട്ടോ. ഇതിനി ഒരു വട്ടവും കൂടെ അരിക്കണം. ഒരു വട്ടവും കൂടെ അരിച്ചിട്ട് 1 മണിക്കൂർ വെച്ചേക്കണം തെളിഞ്ഞിട്ട് ആ വെള്ളം മാറ്റണം. അങ്ങനെ ഒരു 5-6 ദിവസം മാറ്റി ചെയ്ത് അത് നല്ല കട്ടി പരുവത്തിന് ഇടുമ്പോൾ തോർത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി കയ്യിൽ ക്ലേ ഒട്ടുന്നില്ലെന്നാകുമ്പോഴത്തേക്കും എടുക്കാം. ഇത് പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത ദിവസം ഇടുന്ന അടുത്ത പാർട്ട് 2 നമുക്ക് കാണാം. ബൈ.